എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ഒരു കുഞ്ഞു സർപ്രൈസ് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഓട്ടത്തിലൊക്കെ ആയിരുന്നു, തിരക്കിലായിരുന്നു. അതുപോട്ടെ, അത് ഞാൻ പതിയെ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് വൈറ്റമിൻ ഡി. നമ്മൾ വൈറ്റമിൻ ഡിയെ പറ്റി കുറേ ടോക്കുകൾ ചെയ്തിട്ടുണ്ട്. എത്ര ടോക്കുകൾ ചെയ്താലും പിന്നെയും എല്ലാവർക്കും സംശയമാണ്. കാരണം ഇന്ന് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളാണ് അധികവും. നമ്മളിൽ അധിക ആളുകൾക്കും വൈറ്റമിൻ ഡി കുറവുണ്ട്. സോ വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം, നമുക്ക് എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണ് എന്ന് കണ്ടുപിടിക്കുന്നത്, എത്രയിൽ കുറവായി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ്. നോക്കൂ, ഇതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ, അതായത് രക്തം ടെസ്റ്റ് ചെയ്യാതെ നമുക്ക് വൈറ്റമിൻ ഡി കുറവാണോ കൂടുതലാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. സോ വൈറ്റമിൻ ഡി നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇത് സാധാരണ രീതിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് നാനോഗ്രാം പെർ ml, NG/ml എന്നിട്ടിട്ടുണ്ടാവും. നാനോഗ്രാം പെർ ml എന്നുള്ള ഒരു മെഷർമെന്റിലാണ് നമുക്കത് കിട്ടുക. സോ ഇതിന് നോർമലായിട്ട് നമുക്ക് മൂന്നായിട്ട് ഇതിനെ തരംതിരിക്കാം. <10, <10, പിന്നെ 10 to 30, 30 മീതെ. ആക്ച്വലി 30 മീതെ വേണം. മോർ ദാൻ 30 നാനോഗ്രാം പെർ ml ആണ് ഒരു നോർമൽ വൈറ്റമിൻ ഡി ലെവൽ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ എന്താ പറയാ, 200, 300 അങ്ങനെയല്ല കേട്ടോ, ഒരു പരിധിയുണ്ട്. നോർമലി 30നും 100നും ഇടയിലാണ്. മോർ ദാൻ 100 ആണെങ്കിൽ വൈറ്റമിൻ ഡി കൂടിപ്പോയി, അല്ലെങ്കിൽ കൂടുതൽ ടോക്സിക് ലെവലിലേക്ക് പോയി എന്നാണ് അർത്ഥം. വൈറ്റമിൻ ഡി കൂടിയാലും പ്രശ്നമാണ്. നമ്മൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ വൈറ്റമിൻ ഡി ലെവൽ ഓവർ ആയാലും നല്ലതല്ല. സോ മോർ ദാൻ 100 നാനോഗ്രാം പെർ ml പോയി കഴിഞ്ഞാൽ അത് ടോക്സിക് ലെവലിലേക്ക് പോയി, അഥവാ വൈറ്റമിൻ ഡി കൂടുതലായി പോയി എന്ന് പറയാം. 30 മുതൽ 100 വരെയാണെങ്കിൽ നോർമൽ ലെവൽ എന്ന് പറയാം. 10 മുതൽ 30 വരെയാണെങ്കിൽ ഇൻസഫിഷ്യൻസി, അതായത് നമുക്ക് പോരാ, കുറവ് തന്നെയാണ്. ലെസ് ദാൻ 10 ആണെങ്കിൽ ഡെഫിഷ്യൻസി, അതായത് ശരിക്കും കുറവാണ്. സോ ലെസ് ദാൻ 10 നാനോഗ്രാം പെർ ml ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ആൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണ്, വളരെ കുറവാണ്, ട്രീറ്റ്മെന്റ് എടുത്തേ മതിയാവുകയുള്ളൂ. 10 മുതൽ 30 വരെയാണെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണം. കാര്യം 10ൽ താഴെയുള്ള ആൾക്ക് കൊടുക്കുന്ന ഡോസ് ആയിരിക്കില്ല 10 മുതൽ 30 വരെയുള്ള ആൾക്ക് കൊടുക്കുക. വ്യത്യാസം ഉണ്ടായിരിക്കും. കാര്യം ഓരോ ഡോസുകൾ വ്യത്യാസമുണ്ട്. ലെസ് ദാൻ 10 ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഗാ ഡോസ് എന്ന് പറയും. നല്ല ഹൈ ഡോസിൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി കൊടുക്കേണ്ടതായിട്ട് വരും. 10 മുതൽ 30 വരെയാണ്. ഇപ്പൊ 20, 25 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഹൈ ഡോസ് വേണ്ടി വരില്ല. അതെല്ലാം ഡോക്ടേഴ്സ് ആണ് തീരുമാനിക്കുക കേട്ടോ, ആ ലെവൽ അനുസരിച്ചിട്ട്. 30ൽ മീതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു നോർമൽ ലെവലായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ബ്ലഡ് ടെസ്റ്റ് ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഏക വഴി. സോ നമുക്ക് പല ലക്ഷണങ്ങൾ, ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ലക്ഷണങ്ങളുണ്ട്. നമ്മൾ മുടി കൊഴിച്ചിൽ വരെ, ദേഹം വേദന വരെ, മസിൽ കോച്ചി പിടിക്കുക, പിന്നെ അതുപോലെ മയാൾജിയ, മസിൽ വേദന, ദേഹം വേദന, ഉഷാറില്ലായ്മ, പിന്നെ അങ്ങനെ ധാരാളം, എല്ല് വേദന, പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ല് ഫ്രാക്ചർ ആവുക, അങ്ങനെ ധാരാളം എന്താ പറയാ സിംറ്റംസ്, ലക്ഷണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. സോ അതുകൊണ്ട് നമുക്ക് സിംറ്റംസ്, ലക്ഷണങ്ങൾ മാത്രം നോക്കി ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം. പലരും ചോദിക്കും ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ മരുന്ന് കൊടുത്തൂടെയെന്ന്. അതിലെന്താ കാര്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 10ൽ താഴെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് വേറെയാണ്, 10നും 30നും ഇടയിലാണെങ്കിൽ കൊടുക്കുന്ന ഡോസ് വേറെയാണ്, 30ൽ മീതെ ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് വേണോ എന്ന് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുകയാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരോടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാറുണ്ട്. അത് കുട്ടികളാണെങ്കിലും ശരി, വലിയ ആളുകളാണെങ്കിലും ശരി, അതാണ് അതിൻ്റെതായിട്ടുള്ള രീതി കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ലെസ് ദാൻ 10 ഈസ് ഡെഫിഷ്യൻസി, 10 to 30 ഈസ് ഇൻസഫിഷ്യൻസി, മോർ ദാൻ 30 അപ് ടു 100 ഈസ് നോർമൽ ലെവൽ, മോർ ദാൻ 100 ഈസ് ടോക്സിക് ലെവൽ. ഓക്കെ, ഏത് ടൈമിലുള്ള വെയിലാണ് കൊള്ളേണ്ടത്? ആക്ച്വലി നമുക്ക് നോക്കൂ, നട്ടുച്ചത്ത വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല. എന്നാൽ ഈ വെയിലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഓസോൺ പാളിയൊക്കെ ആകെ പൊട്ടി തകർന്ന് കിടക്കുകയായതുകൊണ്ട് വൈകുന്നേരമുള്ള വെയിലിലും രാവിലെയുള്ള വെയിലിലും ഒക്കെ ധാരാളം അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡ് റേസും ഉണ്ടെന്നാണ് പറയുന്നത്. സോ എന്ത് ചെയ്യാനാണ്, ഏത് സമയത്ത് നിന്നാലും നമുക്കിപ്പോ കൊള്ളാൻ പറ്റുന്ന വെയിലല്ലേ കൊള്ളാൻ പറ്റൂ. അപ്പോ രാവിലെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വെയില്, പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, അതിൽ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ കൂടുതലുള്ള, നമുക്ക് ഹാനികരമായിട്ടുള്ള പല രശ്മികളും അതിലുണ്ട്. അപ്പോ ഇതെന്താ പറയാ, ഒരു ഇരുതളം മൂർച്ചയുള്ള വാളാണ് പറയാം വെയില്. കൊണ്ടാലും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്, കൊണ്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയും ചെയ്യും. സോ വെയില് കൊള്ളുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് വൈകുന്നേരമുള്ള വെയില് കൊള്ളുക, അല്ലെങ്കിൽ രാവിലെ ഉള്ള ആ പോക്ക് വെയില് കൊള്ളുക.
14 കണ്ടു, വൈറ്റമിൻ ഡി റൈസ് പൗഡർ നോക്കൂ. അതിന്റെ ട്രീറ്റ്മെന്റ് ഞാനിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല. കാര്യം ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ നിങ്ങളുടെ ബ്ലഡിൽ എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആയിരിക്കും. അത് ട്രീറ്റ്മെന്റ് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് തന്നെ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ പോയി കൺസൾട്ട് ചെയ്ത് നമ്മുടെ റിപ്പോർട്ട് കാണിച്ചതിന് ശേഷമാണ്. അപ്പോൾ 10 താഴെയാണെങ്കിൽ എന്തായാലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. 10 തൊട്ട് 30 ആണെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ ഡോസ് എനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വാല്യൂ. വിറ്റമിൻ ഡി കുറഞ്ഞാൽ ക്ഷീണം തോന്നുമോ? ഡെഫിനറ്റ്ലി നീരജ, ക്ഷീണം തോന്നും. നമുക്ക് ആകെയുള്ള ഉന്മേഷക്കുറവ്, ഉഷാറില്ലായ്മ, ക്ഷീണം എന്നിവ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണോ കൊള്ളേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസ്രി, സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി സണ്ണ് എക്സ്പോഷറിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി കൊള്ളാൻ വേണ്ടി സൺലൈറ്റിൽ നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതർവൈസ് നിങ്ങൾ ഏത് സണ്ണിൽ പോകുന്ന സമയത്തും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് തന്നെ പോകണം. വൈറ്റമിൻ ഡി കുറവ് കാരണം മുടി കൊഴിയാം. ഷാജാൻ, യെസ്, ഹെയർ ലോസ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റംസിൽ ഒന്നാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അറ്റൻഷൻ ഡെഫിസിറ്റ്. നോക്കൂ ശരണ്യ, പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസും കുട്ടികളിൽ ഉണ്ടാക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട്. അതിലൊന്ന് ADHD ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പൊ ഞാൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ഇതിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റിലുണ്ടെങ്കിൽ ചോദിക്കാം. കുറെ പേര് ചോദിച്ചൊരു സംശയമാണ് കേട്ടോ, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെയാണ്, എത്രയിൽ കുറഞ്ഞാലാണ് ട്രീറ്റ്മെന്റ് വേണ്ടതെന്നുള്ളത്. സോ കാണുന്ന എല്ലാവരും മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പുറത്ത് ചൊറിച്ചിൽ വരുമോ? ചൊറിച്ചിലും അങ്ങനെ സ്കിന്ന് ഡ്രൈ ആവാം കേട്ടോ, ഡ്രൈ സ്കിന്നൊക്കെ വരാം. ചൊറിച്ചിൽ അറിയാം. ഉറക്കം കുറയാം. യെസ്, ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട്. യെസ്, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോക്ക്. കുഞ്ഞു ടോക്കാണ്, പക്ഷെ കുറെ പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. സോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും. സോ നമുക്ക് അടുത്ത നാളെയോ മറ്റന്നാളോ ആയിട്ട് വേറൊരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായി നമുക്ക് ഇനിയും കാണാം. ഓക്കെ, സൊല്യൂഷൻ ഫോർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ, അതായത് വൈറ്റമിൻ ഡി മരുന്നായിട്ട് കഴിക്കുക.